നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഏവരും വിലയിരുത്തിയ മുൻ മേയർ ആര്യ രാജേന്ദ്രന് CPM ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനമാണുള്ളത്. കോർപ്പറേഷൻ പരിധിയിലെ കനത്ത പരാജയത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ആര്യ രാജേന്ദ്രനാണ് എന്ന് പാർട്ടി അംഗങ്ങൾ ഒരേ സ്വരത്തിൽ കുറ്റപ്പെടുത്തി. പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യയെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നാണ് പാർട്ടിയിലെ ധാരണ. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് തിരിച്ചടി ചർച്ച ചെയ്യാനുള്ള ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉയർന്നത്. മേയർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും ഭരണത്തിലെ വീഴ്ചകളുമാണ് കോർപ്പറേഷൻ വാർഡുകളിൽ പാർട്ടിയെ പിന്നോട്ടടിച്ചത് എന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. കൂടാതെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാടുകൾ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി എന്നും യോഗത്തിൽ വിമർശനമുയർന്നു. പരാജയത്തിൽ അണികളും പ്രവർത്തകരും വലിയ നിരാശയിലാണ് എന്നും ഈ സാഹചര്യത്തിൽ ആര്യയെ നിയമസഭയിലേക്ക് പരിഗണിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നും അംഗങ്ങൾ തുറന്നടിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ അഴിമതിയെക്കുറിച്ചും യോഗത്തിൽ ആരോപണങ്ങൾ ഉയർന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് D സുരേഷ് കുമാർ കൊടിയ അഴിമതി നടത്തിയെന്ന് മുൻ വൈസ് പ്രസിഡന്റ് ശൈലജ ബീഗം വെളിപ്പെടുത്തി. ഈ അഴിമതികളെക്കുറിച്ച് പരാതി നൽകിയിട്ടും ജില്ലാ സെക്രട്ടറി V ജോയ് നടപടിയെടുത്തില്ല എന്നും അവർ കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ത്വര പാർട്ടി പ്രവർത്തകരിൽ ഏറി വരികയാണ് എന്നും സ്വന്തം സ്ഥാനാർത്ഥി തോറ്റപ്പോൾ ആശ്വാസം കൊണ്ടവർ പാർട്ടിയിലുണ്ട് എന്നും MV ഗോവിന്ദൻ രൂക്ഷമായി പ്രതികരിച്ചു. കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും പരാജയങ്ങൾ പാർട്ടി ഗൗരവമായി പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. അഴിമതി പരാതികൾ ലഭിച്ചിട്ടും നടപടിയെടുക്കാതിരുന്ന ജില്ലാ സെക്രട്ടറി V ജോയ്ക്കെതിരെയും യോഗത്തിൽ മുറുമുറുപ്പുണ്ടായി. ജില്ലാ നേതൃത്വത്തിന്റെ വീഴ്ചകൾ പരിശോധിക്കാൻ സംസ്ഥാന സെന്റർ നേരിട്ട് ഇടപെടും. വിഭാഗീയതയും ഗ്രൂപ്പിസവും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിച്ചുവെന്ന് MV ഗോവിന്ദൻ റിപ്പോർട്ട് നൽകും. വീടുകളിൽ കയറി പ്രചരണം നടത്തിയില്ല എന്ന പരാതിയിൽ വീഴ്ച വരുത്തിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർക്കെതിരെയും നടപടിയുണ്ടാകും. വോട്ട് ചോർച്ചയുണ്ടായ ബൂത്തുകളിലെ ഭാരവാഹികളിൽ നിന്ന് വിശദീകരണം തേടും. തൃപ്തികരമല്ല എങ്കിൽ ഇവരെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കും. ആര്യ രാജേന്ദ്രനെതിരെ സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ തന്നെ വിമർശനമുയർന്നത് പാർട്ടിയിലെ ഒരു വിഭാഗം അവർക്കെതിരെ ശക്തമായി നിലയുറപ്പിച്ചു എന്നതിന്റെ തെളിവാണ്. പരാജയത്തിന്റെ പാപഭാരം ആര്യയുടെ തലയിൽ കെട്ടിവെക്കുന്നതിലൂടെ പാർട്ടിയിലെ മറ്റ് മുതിർന്ന നേതാക്കൾ തങ്ങളുടെ വീഴ്ചകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതായും ഒരു വിഭാഗം അണികൾക്കിടയിൽ സംസാരമുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം CPM-ൽ വലിയ വിഭാഗീയതയ്ക്ക് വഴി തുറക്കും. ആര്യ രാജേന്ദ്രന് നിയമസഭാ സീറ്റ് നിഷേധിക്കുന്നത് യുവജന പ്രാതിനിധ്യം കുറയ്ക്കും എന്ന വാദം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് എങ്കിലും പരാജയപ്പെട്ടവരെ മാറ്റി നിർത്തുക എന്ന കർക്കശ നിലപാടിലായിരിക്കും പാർട്ടി.